അവസാന നിമിഷം അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നതിലേ അവർക്കിപ്പോ നല്ല വിഷമമുണ്ട്. ഞാൻ വിളിച്ച അവരുടെ ആ വിഷമം കൂടെയുള്ളൂ അമ്മേ. ഇന്ദു ഇപ്പൊ ഹസ്ബൻഡിനെ വിട്ട് വീട്ടിൽ നിൽക്കുവല്ലേ? അവളിപ്പോ അവിടെ ഇല്ല, അവളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലാ. പറ്റുമെങ്കിലേ നീ നാളെ എങ്ങാനും ഒന്ന് പോയി സച്ചി സാറിനെ ഒന്ന് കാണണം. അത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമാവും. പിന്നെ നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തില് നിന്റെ എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ടാ നീ സച്ചി സാറിന് കൂടെ നിൽക്കുകയും വേണം. വീണ്ടും ഇനി അങ്ങനെ ഒരു കണക്ഷൻ വേണോ അമ്മേ? എന്താടോ കുഴപ്പം? സച്ചി സാറിന്റെ മരുമകനാകാനുള്ള യോഗവും നിനക്കില്ലാണ്ട് പോയി. അദ്ദേഹത്തിന്റെ കമ്പനി നോക്കി നടത്താനുള്ള അവസരം നിനക്ക് കിട്ടിയാ അത് വേണ്ടെന്ന് വെക്കണോ? അല്ല ഞാൻ എടാ മോനെ, നിനക്ക് അങ്ങനൊരു നല്ല ജോലി കിട്ടുവാണെങ്കിൽ ട്രാവൽസ് നമുക്ക് ശ്യാമിനെ ഏൽപ്പിക്കാം. അവനും ഒരു നിലനിൽപ്പുണ്ടാവൂല്ലോടാ. നമ്മുടെ സോനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ലേ? ഒരു ഭാഗ്യം നമ്മളെ കൈമാടി വിളിക്കുമ്പോ അത് നമ്മൾ തട്ടിക്കളയരുത്. അതുപോലൊരു അവസരം പിന്നെ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോ നിന്നിലൂടെ ആയിരിക്കും ഈ കുടുംബം മുഴുവൻ രക്ഷപ്പെടാൻ പോകുന്നത്. ശരിയമ്മേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. സച്ചി സാറിനെ ഈ സമയത്ത് പോയി കാണേണ്ടത് എന്റെ കടമയാ. ഞാൻ നോക്കട്ടെ.